നിലമ്പൂരിലെ വിജയം, UDFൻ്റെ വിജയം, അത് കേരള സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ മാൻഡേറ്റ് അല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ മറ്റ് ഘടകകക്ഷികളുടെ അവരുടെ പുറകെ UDF പോകുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ചർച്ച നടത്തുന്നു എന്ന് ആരാ പറഞ്ഞു? ഇപ്പോൾ ചർച്ച നടത്തുന്നു എന്നൊക്കെ പുറത്ത് നേതാക്കന്മാർ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്ക്, ഇനി അങ്ങനെ ഒരു ചർച്ചയുണ്ടെന്ന് വിചാരിക്കുക, ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമോ? ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമോ? അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയില്ല. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സ്വാഗതം ചെയ്യുന്നു എന്ന് സന്തോഷം. പക്ഷേ ഇപ്പോൾ ഘടകകക്ഷിയുടെ പുറകെ കേരള കോൺഗ്രസിൻ്റെ നിലപാട് അറിയിച്ചു, ഇപ്പോൾ CPIയുടെ പുറകെ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയും ഇല്ല. അങ്ങനെ കേരള കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ സ്ട്രാറ്റജീസ് എങ്ങനെ വേണം എന്ന് പരിശോധിക്കാനും ആലോചിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ കൂടുകയാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുണ്ട്. നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു. ഓരോരോ ഘട്ടത്തിലും അതൊരു മുൻതൂക്കം, LDFന് മുൻതൂക്കമുള്ള സ്ഥലമല്ല. ഒരു പ്രാവശ്യമാണ് അവിടെ ജയിച്ചത് LDF ചിഹ്നത്തിൽ. അതിനുശേഷം സ്വതന്ത്രം നിന്നു ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു വലിയൊരു ഫൈറ്റ് കൊടുത്തു, അതേ ഉള്ളൂ.